ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം നടക്കണമെങ്കിൽ, ഒരു കാര്യം സാധിക്കണമെങ്കിൽ, അത് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ വിശ്വാസം വളരെ പ്രധാനമാണ്. നമുക്ക് അങ്ങനെയുള്ളൊരു സംഭവം ഇവിടെ കാണുവാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി തൻ്റെ മകളുടെ അസുഖ വിവരവുമായി യേശുവിനെ സമീപിക്കുന്നത് കാണാൻ കഴിയും. ആ മനുഷ്യൻ തൻ്റെ മകൾക്ക് ആവശ്യമായ ലഭിക്കാവുന്ന എല്ലാ ചികിത്സകളും നൽകി പരാജയപ്പെട്ടപ്പോഴാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, എൻ്റെ മകൾ മരിക്കാറായിരിക്കുന്നു, അങ്ങ് വേഗത്തിലൊന്ന് വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് ആ പ്രിയപ്പെട്ടവൻ അപേക്ഷിച്ചു. ഏതൊരു പിതാവും ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. മറ്റുള്ള ഏത് വിശ്വാസ പ്രമാണത്തെക്കാളും പ്രധാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണല്ലേ. സ്തോത്രം. എന്ത് ചെയ്താൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് നാം പരമാവധി കിണഞ്ഞ് പരിശ്രമിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസമൊക്കെ മാറ്റിവെച്ചിട്ട്, നമ്മുടെ അതുവരെയുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ആമേൻ രക്ഷിക്കാൻ കഴിവുള്ളവരുടെ അടുക്കിലേക്ക് ആരായാലും ഓടിച്ചെല്ലും. സ്തോത്രം. അതുതന്നെയാണ് ഇവിടെ ആമേനാലിയ ഈ പ്രിയപ്പെട്ട യായിറോസിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. സ്തോത്രം. യേശു ഉടൻ തന്നെ ഒരു പിതാവിൻ്റെ വേദന മനസ്സിലാക്കിയ കർത്താവ് ഉടൻ തന്നെ യായിറോസിൻ്റെ കൂടെ ആമേൻ അലിയ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. സ്തോത്രം. അങ്ങനെ യേശു യായിറോസിൻ്റെ ഭവനത്തിൽ എത്തി. യായിറോസിൻ്റെ ഭവനത്തിൽ എത്തി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സംഭവം നടന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ ഓടി വന്ന് പറഞ്ഞു, ഇനിയിപ്പം യേശു കർത്താവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, മകൾ മരിച്ചുപോയി. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര ദുഃഖകരമായ ഒരവസ്ഥയാണ്. പ്രിയ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആ പ്രിയ പിതാവ് ഹൃദയം തകർന്ന് നിലവിളിച്ച് കാണും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇതാ യേശു ആ മനുഷ്യൻ വന്ന് പറഞ്ഞത് കേട്ടു. അപ്പോൾ തകർന്നുപോയ യായിറോസിനോട് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. ചില സംഭവങ്ങൾ അറിയുമ്പോൾ നാം ഭയപ്പെട്ടു പോകും. എന്നാൽ ആ സന്ദർഭത്തിലും പതറാതെ തളരാതെ നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. യേശു യായിറോസിനോട് പറഞ്ഞു, യായിറോസേ, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി. എനിക്ക് ഈ കാര്യം ചെയ്യുവാൻ സാധിക്കും, കഴിയും, അതിന് അധികാരമുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് യായിറോസിനോട് ആമേൻ യേശു പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവരെല്ലാവരും കൂടെ യായിറോസിൻ്റെ വീട്ടിലെത്തി. യായിറോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ കുഞ്ഞ് മരിച്ച വാർത്തയറിഞ്ഞ് ധാരാളം ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. സിനഗോഗിലെ ആളുകളുണ്ട്, അയൽക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാ പ്രിയപ്പെട്ടവരുമുണ്ട്. ആമേൻ. അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്നുകൊണ്ട് വിലപിക്കുകയാണ്. കുഞ്ഞ് മരിച്ചു പോയല്ലോ. സ്തോത്രം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും കുഞ്ഞിനെ രക്ഷിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് അവരെല്ലാവരും കൂടി നിലവിളിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു ആ ഒരു രംഗം കണ്ടിട്ട് യേശു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ കരയുന്നത്? എന്താണ് കാരണം? നിങ്ങൾ എന്തിനു വേണ്ടി കരയുന്നു? സ്തോത്രം. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രയാവുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. സ്തോത്രം. ഇത്രയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണോ യേശു എന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും ആമേൻ അലിയ
അവൻ തമ്മിൽ പറഞ്ഞു, യേശുവിനെ പരിഹസിക്കുവാനിടയായി. ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ ചെന്ന് പിടിച്ച് കൈ കുഞ്ഞിൻ്റെ പൾസ് പിടിച്ച് നോക്കിയതല്ലേ, ഞങ്ങളല്ലേ ആ കുഞ്ഞിൻ്റെ മുഖത്ത് വെള്ളത്തുണി വലിച്ചിട്ടിരിക്കുന്നത്. സ്തോത്രം. കുഞ്ഞ് മരിച്ചുപോയി, ഇനിയും യാതൊരു കാര്യവുമില്ല, ഒരിക്കലും ഇനി ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ജീവനെ നൽകുവാനും മരിച്ചവരെ ഉയർപ്പിപ്പാനും അധികാരമുള്ളവനാണ് യേശുക്രിസ്തു എന്ന് ആമേൻ സ്തോത്രം ലോകത്തോട് ദൈവത്തിന് അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. സ്തോത്രം. ഈ വന്നിരിക്കുന്ന യേശു നിങ്ങൾ പറയുന്ന പോലെ ഒരു നിസ്സാരക്കാരനല്ല. അവന് സ്തോത്രം സകലവും കഴിയുമെന്ന് ആമേൻ ലോകത്തിനെ ബോധ്യപ്പെടുത്തുവാൻ ഈ സംഭവം അവിടെ ഹല്ലേലൂയ ഒരുക്കപ്പെടുകയായിരുന്നു. സ്തോത്രം. ഇതാ ഹല്ലേലൂയ യേശു യായിറോസിനെയും ആ കുഞ്ഞിൻ്റെ അമ്മയെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ആ വീടിനുള്ളിലേക്ക് കടന്നു. സ്തോത്രം. കുഞ്ഞിൻ്റെ ഹല്ലേലൂയ കൈ ഒന്ന് പിടിച്ചിട്ട് യേശു പറഞ്ഞു, ബാലേ എഴുന്നേൽക്കുക. സ്തോത്രം. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കുഞ്ഞ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത് പോലെ സ്തോത്രം അവൾ കണ്ണു തുറന്നു, എല്ലാവരെയും കണ്ടു, അത്ഭുതപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമൂഹം, മറ്റുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരും ഇനി ഒരിക്കലും ജീവിതത്തിലേക്കൊരു മടങ്ങിവരവില്ല എന്ന് വിധി എഴുതുന്ന സമയത്ത് യേശുവിന് ജീവിതത്തിൽ നമുക്കൊരു മടങ്ങിവരവ് സാധ്യമാക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണിത്. സ്തോത്രം. മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞ് ഇതാ ജീവനോടെ എഴുന്നേറ്റിരിക്കുന്നത് കാണുമ്പോൾ ആരായാലും അത്ഭുതപ്പെട്ടു പോകും. സ്തോത്രം. ഇതാ ആ കുഞ്ഞിനെ യേശു അതിൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് അതിന് ആഹാരം കൊടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വലിയ അത്ഭുതം നടക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. യായിറോസിൻ്റെ വിശ്വാസത്തെയാണ് ഞാനിവിടെ മാനിക്കുന്നത്. സ്തോത്രം. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പോലും അറിഞ്ഞിട്ടും ആ വിശ്വാസം കൈവിടാതെ സ്തോത്രം യേശുവിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്ന് യേശു പറഞ്ഞത് അതുപോലെ അനുസരിച്ചു, അതുപോലെ വിശ്വസിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വലിയ അത്ഭുതങ്ങൾ നടക്കും. നാം വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇനിയും വലിയ വലിയ കാര്യങ്ങൾ സാധ്യമാകും. ആമേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ ആമേൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. തീർന്നുപോയി, കഴിഞ്ഞുപോയി, നടക്കത്തില്ല എന്നൊക്കെ വിധി എഴുതാൻ വരട്ടെ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഒരു വാക്ക് ആമേൻ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്താവെ ദിവസത്തിൽ കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങേക്ക് ഒരു കാര്യം അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് വിചാരിച്ച് ആമേൻ ഞങ്ങൾ തള്ളിക്കളയുന്ന കാര്യങ്ങൾ, ആമേൻ മറ്റുള്ള വാക്കുകൾ കേട്ട് ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആമേൻ കർത്താവെ സ്തോത്രം ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിൽ കാണാൻ കഴിയുമെന്ന് ആമേൻ കർത്താവേ സ്തോത്രം ഇന്ന് കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ ആമേൻ കർത്താവേ ആധാരത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ഏത് വിഷയമായിക്കോട്ടെ. ഹല്ലേലൂയ. ആമേൻ കർത്താവേ, രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ആമേൻ ഏത് പ്രിയപ്പെട്ടവരുടെ വിഷയമാകട്ടെ കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആമേൻ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ദമ്പതികളുടെ കാര്യത്തിൽ ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി കൊടുത്ത് മാനിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ആമേൻ അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതുപോലെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് ആമേൻ പുതിയ വാതിൽ വഴികൾ തുറക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിലേക്ക് വേണ്ടി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമൃത കർത്താവ് നല്ല തുണകളെ ഒരുക്കി കൊടുത്ത് സഹായിക്കണമേ. കടഭാരത്തിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്ക് വേണ്ടി അവിടുന്ന് വിടുതലയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് പലവിധമായ ഉപജീവന ചിന്തകളാലും ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവെ, അങ്ങേക്കൊരു കാര്യവും അസാധ്യമല്ല. അങ്ങ് ഹല്ലേലൂയ അത്ഭുതമന്ത്രിയായി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവെ, കൃത്യമായിട്ട് ആമേൻ ഹല്ലേലൂയ ലോകത്തിന് സമാധാനം കെടുത്തുന്നതായ ആമേൻ കർത്താവെ യുദ്ധം
ഇസ്രയേലും അമേരിക്കയും ഇറാനുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ, ആ യുദ്ധത്തെ അവിടെ നിയന്ത്രിക്കണമേ. കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. അതെല്ലാം ആമേ കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ പദ്ധതി അനുസരിച്ചുള്ള ആമേൻ ഹല്ലേലൂയ ആമേ കാര്യങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാലും ആമേ സ്തോത്രം ലോകക്രമത്തിൽ ആമേ കർത്താവെ ഹല്ലേലൂയ എല്ലാവരും വളരെയധികം ഭയത്തോടെ കഴിയുന്നു. കർത്താവെ സ്തോത്രം, അനേക സാധുക്കൾ കൊല്ലപ്പെടുന്നു. ദൈവമേ ഹല്ലേലൂയ, അവിടുന്ന് യുദ്ധങ്ങൾ നൃത്തം ചെയ്യണമേ. ഒരു സമാധാനത്തിന് അന്തരീക്ഷം പുനഃസ്ഥാപിക്കണം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ കുഞ്ഞുങ്ങൾ ആമേൻ ഹല്ലേലൂയ ഗൾഫിൻ്റെ ഭാഗങ്ങളിൽ ആമേൻ മറ്റുള്ള വിവിധ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവിടെയെല്ലാം അവരെ രക്തക്കോട്ടക്കുള്ളിൽ കർത്താവ് മറച്ച് പരിപാലിച്ചതിനെ പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാകാൻ ഇടയാകാതെ അവരെല്ലാം മുദ്രയിട്ട് കർത്താവ് സൂക്ഷിക്കുന്ന സ്തോത്രം അർപ്പിച്ച ആമേ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ. ആമേ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കുന്ന സ്തോത്രം. കർത്താവെ കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിച്ചനായ സ്തോത്രം. അങ്ങ് കർത്താവ് പ്രാർത്ഥനയായ സ്തോത്രം, മഹത്വപ്പെടുത്തനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരമരുളവാകണമേ സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. ഈ ഹല്ലേലൂയ ദൈവദിനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വിശ്വസിക്കുക, പ്രത്യാശിക്കുക, ധൈര്യമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. God bless you.